ഹായ്, എല്ലാവർക്കും പണിക്കേഴ്സ് ബ്ലോഗിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ്. കുറച്ച് ദിവസമായി ഒരു ഫ്രൈഡ് റൈസിന്റെ റെസിപ്പി തയ്യാറാക്കുന്ന തിരക്കിലായിരുന്നു. ഇന്ന് നമുക്ക് ഹോട്ടൽ രീതിയിൽ എങ്ങനെ ഒരു ഫ്രൈഡ് റൈസ് തയ്യാറാക്കാം എന്നതിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ ഇത് വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾക്കും ഇത് ഈസിയായി തയ്യാറാക്കാൻ പറ്റും. വളരെ കുറച്ച് ടിപ്പുകൾ ഇതിനകത്ത് ഞാൻ പറയുന്നുണ്ട്. അതനുസരിച്ച് ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഫ്രൈഡ് റൈസ് നിങ്ങൾക്കും തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് തയ്യാറാക്കാനായി തുടങ്ങാം. അതിനു വേണ്ടിയ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ആദ്യം തന്നെ ഞാൻ പറയാം. ബസുമതി റൈസ് 2.5 കപ്പ്, എല്ലില്ലാത്ത ചിക്കൻ 250 ഗ്രാം, മിക്സഡ് വെജിറ്റബിൾ 1/2 കപ്പ്, ബീൻസ് 10-12 എണ്ണം, പയറ് 4-5 എണ്ണം, 1 ക്യാരറ്റ്, സ്പ്രിംഗ് ഓണിയൻ, കശുവണ്ടി, ഏലക്ക, കറുകപ്പട്ട, ടൂട്ടി ഫ്രൂട്ടി അല്ലെങ്കിൽ കിസ്മസ് കുറച്ച്, ഗാർലിക് പൗഡർ ഇല്ലെങ്കിൽ പേസ്റ്റ് ആയാലും മതി, തേങ്ങാപ്പാൽ 1/2 കപ്പ്, ഇല്ലേ തേങ്ങാപ്പാൽ പൊടി 2 സ്പൂണ്, പൈനാപ്പിൾ എസൻസ്, മുട്ട, സോയാ സോസ്, ഓയിൽ, ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടിയത്. ചിക്കന് വളരെ ചെറിയ കഷ്ണങ്ങളായി മുറിച്ച ശേഷം നന്നായി കഴുകി വൃത്തിയാക്കി ഒരു ബൗളിൽ 2 സ്പൂൺ സോയാ സോസും 1 സ്പൂൺ ഗാർലിക് പൗഡറും ഇട്ട് നന്നായി മിക്സ് ചെയ്ത് അരമണിക്കൂർ വെക്കുക. നമ്മൾ ഇതിലേക്ക് വേറെ ഒരു പൊടികളും ചേർക്കുന്നില്ല. സോയാ സോസും ഗാർലിക് പൗഡറും മാത്രമേ ചേർക്കുന്നുള്ളൂ. ഉപ്പ് പോലും ചേർക്കണ്ട. ഉപ്പ് സോയാ സോസിലുള്ള ഉപ്പ് കൊണ്ട് മതിയാകും. ഈ സമയം കൊണ്ട് നമുക്ക് റൈസ് തയ്യാറാക്കാം. അതിനുവേണ്ടി സ്റ്റൗവിലേക്ക് ഒരു കുക്കർ വെച്ച ശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ തിളപ്പിച്ച വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കാരണം വെള്ളം തിളയ്ക്കുന്നുണ്ട്. അതിലേക്ക് 1 മുറി നാരങ്ങ ഒഴിഞ്ഞത് ചേർത്ത് കൊടുക്കുക. 1 കറുകപ്പട്ട, 2 ഏലക്ക ഇതും കൂടെ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന, ഞാൻ തേങ്ങാപ്പാലല്ല ചേർക്കുന്നത്, തേങ്ങാപ്പാൽ പൊടിയാണ്. 2 സ്പൂൺ തേങ്ങാപ്പൊടി ചെറിയ ചൂടുവെള്ളത്തിൽ ചാലിച്ച് നല്ലതായിട്ട് മിക്സ് ചെയ്ത്, കട്ടയൊന്നും പിടിക്കാതെ നല്ലതായിട്ട് മിക്സ് ചെയ്ത് അത് ചേർത്ത് കൊടുക്കും. തേങ്ങാപ്പാൽ ചേർക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെ ചോറിന് നല്ല വെള്ള കളർ വരാനും ചോറ് പൊട്ടാതിരിക്കാൻ. ഒരു നല്ല ഫ്ലേവറാണ് തേങ്ങാപ്പാൽ ചേർക്കുന്നത്. ഒരു ടേസ്റ്റ്, വേറൊരു ടേസ്റ്റ്. നമ്മൾ കുക്കർ ഏകദേശം 3/4 ഭാഗത്തിന് മേളിൽ വെള്ളം നിറച്ച് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഒരു 1.5 സ്പൂൺ ഉപ്പ് ചേർത്താൽ മതിയാകും. ഒന്ന് ഇളക്കി കൊടുക്കുക. തേങ്ങ പാൽ ഒഴിച്ച കാരണം അത് പതഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. വെള്ളത്തിൽ ഇത്തിരി ഉപ്പ് മുന്നിൽ നിൽക്കത്തക്കാണ് ചേർത്ത് കൊടുക്കുക. ശേഷം അതിലേക്ക് പൈനാപ്പിൾ എസൻസ് 1 സ്പൂൺ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ ഒരു 2 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇതെല്ലാം ഇതിൻ്റെ ടിപ്പുകളാണ്. അരി ഒട്ടിപ്പിടിക്കാതെയും കുഴയാതെ ഇരിക്കാൻ വേണ്ടിയുള്ള. കാരണം എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ അരി ഒട്ടാതിരിക്കും. നല്ല മണി മാതിരി അരി ഇരിക്കും. തേങ്ങാപ്പാല്, നാരങ്ങാനീര് വെള്ള കളർ കിട്ടാൻ വേണ്ടിയാണ് ചേർക്കുന്നത്. ഒരു മുറി നാരങ്ങാനീര് ധാരാളം മതിയാണ്. അരി ഒന്ന് തിളയ്ക്കാനായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 8 മുതൽ 10 മിനിറ്റ് വരെ ധാരാളം മതിയാവും അരി വേവാൻ വേണ്ടി, റൈസ് ആകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് അധികം ഇട്ട് ഇളക്കുകയും വേണ്ട. ഒരു വട്ടം ഇളക്കി പിന്നെ ലാസ്റ്റിൽ ഒരു 8 മിനിറ്റ് 9 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് രണ്ടാമതൊന്ന് ഇളക്കി അരി കയ്യിലെടുത്ത് ഒടിച്ചു നോക്കുക. ഒടിയുന്ന പരുവത്തിലാണെങ്കിൽ ഇച്ചിരി കൂടെ വേണം. ഇല്ല അങ്ങ് ചതഞ്ഞ പരുവത്തിലാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിയെടുക്കാം. കറക്റ്റ് പാകമാണ്. അധികം വേണ്ട,
പൊടിയുന്ന പരുവത്തിലല്ലാത്ത പരുവത്തിലായെങ്കിൽ അരി നിങ്ങൾ ഒരു അരിപ്പയിലേക്ക് ഊറ്റി കൊടുക്കുക. ഊറ്റി കൊടുത്ത ശേഷം വെള്ളം വാർന്ന് നേരെ പാനിന്റെ കീഴിലോ തണുത്ത എവിടെയോട്ടെങ്കിലും മാറ്റി വെക്കും. ഇനി നമുക്ക് ഒരു തവ വെച്ച ശേഷം അതിലേക്ക് ഒരു 1/2 സ്പൂൺ നെയ്യ് ഒഴിച്ച് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പറങ്ങണ്ടിപ്പരിപ്പിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഒന്ന് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് അത് കോരിയെടുത്ത ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു സവാളയിലെ പകുതി ചെറുതായി നൈസായിട്ട് അരിഞ്ഞ് അതൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് ഡെക്കർ ചെയ്യാൻ വേണ്ടി നമുക്ക് വിതറാനായിട്ട് ഉപയോഗിക്കാം. അതൊന്ന് ഫ്രൈ ചെയ്യാൻ സവാള നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ മൂപ്പിച്ചെടുക്കുക. തീ ഇച്ചിരി കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് മൂക്കും, കരിയാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ ആ ഓയിലിലേക്ക് നല്ലതായിട്ട് മാർണിഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുക. ഒന്ന് നിരത്തി ഫ്രൈ ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ചിക്കൻ ചെറിയ കഷ്ണങ്ങളായത് കാരണം ഏകദേശം ഒരു 10 നിമിഷം കൊണ്ട് നമുക്കാവുന്നതാണ്. ചിക്കൻ്റെ തണുപ്പ് മാറി അത് തിളയ്ക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് തീ കുറച്ചില്ല. അതുവരെ ഒന്ന് തീ കൂട്ടിയിട്ടേക്കുക. അത് കഴിഞ്ഞ് തീ കുറച്ചില്ല. ഇടയ്ക്കൊന്ന് ചിക്കി കൊടുക്കുക. ഈ സമയം കൊണ്ട് നമുക്ക് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് തയ്യാറാക്കി വെക്കാം. ഇനിയിപ്പോൾ ഇടന്ന് മൂത്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ചിക്കൻ ഇപ്പം നല്ല തയ്യാറായിട്ടുണ്ട്. ഒന്ന് കൈ കൊണ്ടൊന്ന് ഞെക്കി നോക്കുക. അത് നല്ല ഉടഞ്ഞു വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ തയ്യാറായി കഴിഞ്ഞ് അത് നമ്മൾ കോരി പാത്രത്തിലെടുക്കും. ഇപ്പോൾ ബാലൻസ് എണ്ണ അധികം ഉണ്ടെങ്കിൽ നിങ്ങൾ തൽക്കാലം ആ എണ്ണ ഒരു പാത്രത്തിലേക്ക് കുറച്ച് മാറ്റി വെക്കും. കാരണം നമ്മൾ ഇതിനകത്ത് മുട്ടയാണ് ചേർക്കാൻ പോകുന്നത്. ഇത്ര എണ്ണയ്ക്കകത്ത് മുട്ട ചേർത്ത് കഴിഞ്ഞാൽ മുട്ട മുഴുവൻ എണ്ണയും കുടിച്ചെടുക്കും. അതുകൊണ്ട് നിങ്ങൾ കുറച്ചെണ്ണ ഒരു പാത്രത്തിലോട്ട് ഒന്ന് മാറ്റിയെടുക്കും. ഇതിലേക്ക് നമ്മൾ സോയാ സോസും മുട്ടയും കൂടെ ചേർത്ത് ഇളക്കിയ മിക്സ് ഇതിനകത്തോട് ചേർത്ത് കൊടുക്കും. മുട്ട നന്നായി ചെക്കി കൊടുത്ത് ഏകദേശം തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടി പിടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഇളകി. നമുക്കത് ചിക്കൻ വാങ്ങി വെച്ചിരിക്കുന്ന അതിലേക്ക് തന്നെ മുട്ടയും എടുക്കുക. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന എണ്ണ വീണ്ടും അതിലേക്ക് ഊറ്റി കൊടുക്കുക. നമ്മൾ അതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ അരിഞ്ഞ് വെച്ചേക്കുന്നത് ആദ്യം ചേർത്ത് കൊടുക്കുക. അരമുറി സവാള അരിഞ്ഞത് ഇട്ട് കൊടുത്തേക്ക്. അതിലേക്ക് രണ്ടും കൂടെ ഒന്ന് ഇളക്കിയ ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് മിക്സഡ് വെജിറ്റബിൾ ഒരുമിച്ചിട്ട് കൊടുക്കും. വെജിറ്റബിൾസ് എല്ലാം ഇട്ട ശേഷം നന്നായി ഒന്ന് ഇളക്കി അതിലേക്ക് നമ്മളൊരു 3 സ്പൂൺ സോയാ സോസ് ഞാൻ ഊറ്റി കൊടുക്കുകയാണ്. ഒരു 3 സ്പൂൺ സോയാ സോസ് ചേർത്തു. ചോറിലൊന്നും സോസ് ചേർക്കണ്ട. നമ്മൾ ഈ വെജിറ്റബിൾ മിക്സിലേക്ക് നമ്മൾ സോയാ സോസ് ചേർക്കും. ഒന്ന് വെജിറ്റബിളിന്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് ചേർത്താൽ മതി. ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുക. നമ്മൾ കടയിൽ നിന്ന് മേടിച്ച മുളക് പൊടിയല്ല ചേർക്കുന്നത്. നമ്മൾ വീട്ടിൽ തന്നെ കുരുമുളക്
ക്രഷ് ചെയ്തെടുത്തേക്കുന്നത്. അതായത് മുഴുവനായിട്ട് അങ്ങ് പൗഡർ മാതിരി പൊടിഞ്ഞതല്ല. അതിലേക്ക് ഒരു 1/2 സ്പൂൺ ഉപ്പൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അധികം ചേർക്കേണ്ട, സോയാ സോസിന് ഉപ്പുണ്ട്, എന്നാലും പച്ചക്കറി ഇട്ടേക്കുന്നത് കൊണ്ട് 1/2 സ്പൂൺ ഉപ്പൂടെ ചേർത്ത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക, ഉപ്പ് ആവശ്യമാണ്. ഇപ്പം കളറൊക്കെ മാറിയൊരു നല്ല ഫ്ലേവർ വരുന്നുണ്ട്. വേണമെങ്കിൽ ഇത്തിരി സോയാ സോസ് കൂടെ ചേർത്ത് കൊടുക്കുക. പച്ചക്കറി ഒന്ന് എടുത്തിട്ട് നോക്കുക. കാരണം വളരെ നൈസായിട്ട് കട്ട് ചെയ്തതാണെങ്കിൽ പെട്ടെന്ന് തന്നെ പച്ചക്കറി തയ്യാറാകുന്നതാണ്. തയ്യാറായെങ്കിൽ നമ്മൾ അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചിക്കനും മുട്ടയും ഒരു 1/4 ഭാഗത്തോളം ചേർത്ത് കൊടുക്കുക. കുറച്ച് മാറ്റി വെക്കുക. നമുക്ക് ഫ്രൈഡ് റൈസിന് മുകളിൽ ഇടാൻ വേണ്ടിയാണ്. ബാക്കി ഇതിൽ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. നമ്മളിനി ഈ പാത്രത്തിൽ നിന്ന് മാറ്റി നമ്മൾ ഫ്രൈഡ് റൈസ് തയ്യാറാക്കുന്ന ഒരു ഉരുളിയിലേക്ക് തയ്യാറാക്കുക. വെള്ളം ഒന്ന് വറ്റി കഴിയുമ്പോൾ അതിലേക്ക് ഒരു 1/2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നന്നായി ചൂടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാനിൽ തയ്യാറാക്കിയ വെജിറ്റബിളും ചിക്കനും ചേർത്ത മിക്സ് ഉരുളിയിലേക്ക് ഇട്ട് കൊടുക്കുക. തീ ഇത്തിരി കുറച്ചിട്ടേക്കും. ഉരുളിയിൽ അതൊന്ന് നിരത്തിയ ശേഷം അതിലേക്ക് നമ്മൾ അരിപ്പയിൽ എടുത്തു വച്ചിരിക്കുന്ന റൈസ്, മുകളിലത്തെ തണുത്ത റൈസ് മാത്രം ആദ്യം കൈകൊണ്ട് വാരി ഇതിലിടുക, അല്ലെങ്കിൽ തവി കൊണ്ട് വാരി ഇതിനകത്തിടുക. ഒരു കാരണവശാലും കുടഞ്ഞിടരുത്. നമ്മൾ ചൂടോടുകൂടിയ വാങ്ങിയ ചോറാണ്. അടിവശം നന്നായി വെന്തിട്ടുകൊണ്ട് വെള്ളമയം കാണുകയും ചെയ്യും. അതിനാൽ നിങ്ങൾ ഓർക്കുക, എപ്പോഴും റൈസ് ഇടുമ്പോൾ വാങ്ങി വെച്ചിരിക്കുന്നതിന് മുകളിലുള്ള റൈസാണ് ആദ്യം ഇടേണ്ടത്. കാരണം അത് ഡ്രൈ ആയ മസാലയിലോട്ട് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് കിടന്ന് അതൊന്ന് വേവാൻ തുടങ്ങും. അതിന് പുറത്തോട്ട് മാത്രം നമ്മൾ അടിഭാഗം രണ്ടാമത് ഇട്ട് കൊടുക്കും. ഇപ്പോൾ നമ്മുടെ ചോറ് ഒരു ചോറ് പോലും ഒട്ടിയിട്ടല്ല നിൽക്കുന്നത്, എല്ലാം നല്ല ഫ്രഷായിട്ട് നിൽക്കുന്നു. ഏറ്റവും അടിയിലിരുന്ന് ഇച്ചിരി വെള്ളമയമാണ് നിങ്ങളിപ്പോൾ സൈഡിൽ കാണുന്ന ഇച്ചിരി കട്ട കെട്ടിയിരിക്കുന്നത്. കട്ടയൊന്നും കെട്ടിയിട്ടില്ല, വളരെ നൈസായിട്ട് തന്നെ ഇരിക്കുകയാണ്. നമുക്കിതൊന്ന് വളരെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇപ്പം ചെയ്യുന്ന മാതിരി തന്നെ ഉരുളി 2 കൈ കൊണ്ട് പിടിച്ച് കുടഞ്ഞ് അത് മിക്സ് ചെയ്യിക്കുക. തവിയിട്ട് ഇളക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അരി ഒടിഞ്ഞു പോവും, പൊട്ടിപ്പോവും, കുഴയാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുക. കാരണം അരിയൊന്നും ഒട്ടിപ്പിടിച്ചല്ല ഇരിക്കുന്നത്, അതുകൊണ്ട് നല്ല ഫ്രീ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ നോക്കൂ, നമ്മുടെ ഫ്രൈഡ് റൈസ് നല്ല അടിപൊളിയായിട്ടിരിക്കുകയാണ്. ഒരു ചോറ് പോലും ഒട്ടാതെ നല്ല ഫ്രഷ് ആയിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തന്നെ തയ്യാറാക്കി നോക്കൂ. ഈ രീതിയിൽ തന്നെ ഉറപ്പായും തയ്യാറാക്കാം. ഇനി നമ്മൾ ബാക്കി വെച്ചിരുന്ന മുട്ടയും ചിക്കനും അതിന് മുകളിൽ ഇട്ട് കൊടുക്കുക. ശേഷം പറങ്ങേണ്ടിപ്പരിപ്പും ഉള്ളി അരിഞ്ഞതും അതിൻ്റെ മണ്ടയ്ക്ക് കുറച്ചിട്ട് കൊടുക്കുക.
ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ സ്പ്രിംഗ് ഒണിയൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്, നമ്മളത് ഇതിന് മുകളിൽ വിതറി കൊടുക്കും. നമ്മൾ ഇതിനകത്ത് മല്ലിയില ചേർക്കുന്നില്ല. മല്ലിയില ചേർക്കേണ്ടിയവർക്ക് ചേർക്കാം. ഞാൻ സാധാരണ എല്ലാത്തിനും മല്ലിയില ചേർക്കുന്നതാണ്. ഇതിനകത്ത് ഞാൻ മല്ലിയില ചേർക്കാതെ ഉണ്ടാക്കുകയാണ്. നമ്മൾ ഇതിന് പകരം സ്പ്രിംഗ് ഓണിയൻ ഇടുകയാണ്. കാരണം മല്ലിയിലയുടെ ഒരു ടേസ്റ്റ് വരും. അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ മല്ലിയില ഇടാം. വേണമെന്നുള്ളവർക്ക് അത് ചേർക്കാം. ഇപ്പം ഞാൻ അതിൻ്റെ മുകളിൽ ടൂട്ടി ഫ്രൂട്ടി ഇട്ടേക്കാണ്. നിങ്ങൾ കിസ്മിസ് ഇടുന്നുണ്ടെങ്കിൽ കിസ്മിസ് ഇടാം. ഒരു ചെറിയ ഫ്ലെയിമിൽ ഒരു 5 മുതൽ 7 മിനിറ്റ് വരെ അതൊന്ന് അടച്ചു വെച്ച് ആവി കൊള്ളിക്കും. എന്തെങ്കിലും വെയിറ്റ് അതിന് മുകളിൽ കയറ്റി വെക്കുക. ഒരു 5 മിനിറ്റ് തൊട്ട് 7 മിനിറ്റ് വരെ. അത് നിങ്ങൾ റൈസ് നോക്കുക. റൈസ് നല്ല ഹാർഡായിട്ടിരിക്കുകയാണെങ്കിൽ ഒരു 7 മിനിറ്റ് വരെ നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. ഇപ്പോൾ ഏകദേശം 6-7 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ ഫ്രൈഡ് റൈസ് നല്ല അടിപൊളിയായിട്ട് സൂപ്പറായി തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. ഒരു ചോറ് പോലും ഒട്ടാതെ നല്ല റെഡി ആയിട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ റെസിപ്പി പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞ അതേ രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ 100% നല്ല അടിപൊളിയായ സ്വാദിഷ്ടമായ റെസിപ്പി ആയിരിക്കും. നിങ്ങളത് പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.